ഹലോ ഗെയ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്രയെന്ന് പറഞ്ഞാൽ പൊന്മുടിയിലോട്ടാണ്. ഇന്ന് ഞായറാഴ്ചയില്ലേ, അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ പിള്ളേർ പറഞ്ഞു നമുക്ക് പൊന്മുടിയിലോട്ട് പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ വേറൊന്നും നോക്കിയില്ല, അപ്പോഴേക്ക് ഞങ്ങൾ അസ്ലമിനെ വിളിച്ചു. അപ്പോഴേ പോവാമെന്ന് പറഞ്ഞു. അപ്പോഴേ റെഡിയായി ഇതാ പോവേന്ന്. ഏകദേശം ഒരു ഉച്ചയാവാറായി നമ്മളവിടെ എത്തിയപ്പം. അപ്പം ഇത് പണ്ട് നമ്മൾ പോകുന്ന ആ ടൈമിൽ കാണാനൊന്നും വളരെയധികം കടകൾ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം എവിടെ തിരിഞ്ഞാലും മുക്കിനും മൂലയിലും കടകളും ഒരുപാട് സാധനങ്ങളും അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കാണ് പേരയ്ക്ക, റംബുട്ടാൻ, മൂട്ടിപ്പഴം, പിന്നെ മാങ്ങ, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം വെച്ച് ഒരമ്മ കച്ചവടം ചെയ്യുന്നത്. അങ്ങനെ അവിടെ നിന്നൊരു 2-3 മാങ്ങയൊക്കെ വാങ്ങിച്ച് ഞങ്ങളിതാ കഴിച്ചുകൊണ്ട് നേരെ പൊന്മുടിയിലോട്ട് യാത്രയാണ്. അപ്പോൾ മൊത്തം 22 വളവുണ്ട്. ആ 22 വളവും കടന്ന് നമ്മളിതാ പൊന്മുടി അടിവാരത്ത് എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ പൊന്മുടി പോകുന്നു എന്ന് പറയുമ്പം നമ്മളിതാ ഈ ക്ലൈമറ്റിൽ പോകുന്നു, നല്ല കോടമഞ്ഞ് വീഴുന്ന ആ ഒരു ടൈമിൽ. അപ്പോൾ നമ്മൾ പോയ ടൈമെന്ന് പറയുമ്പം ഉച്ച ആയതുകൊണ്ട് വലിയ കോടമഞ്ഞൊന്നും കാണത്തില്ല എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ ആദ്യം അങ്ങനെ വലിയ മഞ്ഞൊന്നും ഇല്ലായിരുന്നു. എന്നാലും നമ്മൾ ഇറങ്ങി വരാൻ സമയത്ത് നല്ല മഞ്ഞായിരുന്നു. പിന്നെ ഇവിടെ നമ്മുടെ പ്രിയദർശിനി ബസ് ഇടയ്ക്കിടയ്ക്കുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്കെന്ന് പറയുമ്പോൾ ഒരു അരമണിക്കൂർ ഞങ്ങളവിടെ നിന്ന ആ ഒരു ടൈമിൽ ഫുള്ള് അരമണിക്കൂർ ഇടവിട്ട് പൊന്മുടി ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് വന്നപ്പോഴാണ് അവിടെ മുളക്, നമ്മുടെ ഈ നാടൻ മുളകുണ്ടല്ലോ, അത് കൊണ്ടുവന്ന് വിൽക്കുന്നത് കണ്ട്. അങ്ങനെ വേറൊന്നും നോക്കിയില്ല, നമ്മൾ അതിൽ നിന്ന് കുറച്ച് മുളകൊക്കെ വാങ്ങിച്ച സംഭവം അടിപൊളി മുളകാണ് കേട്ടോ. നല്ല മണം, നാളെ കറിയൊക്കെ അതിട്ട് വേണം കറിയൊക്കെ വയ്ക്കാൻ. അത് ആലോചിക്കുമ്പോൾ തന്നെ വയറ് വെള്ളം ഉറന്നു. അതൊക്കെ പോട്ടെ. അപ്പം പൊന്മുടിയിലെ വിശേഷം എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നോ എന്ത് രസവും നോക്കി കാണാൻ. നല്ലൊരു ക്ലൈമറ്റും പിന്നെന്താണ് എനിക്ക് അവിടെ പോയിട്ടൊന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും സന്തോഷമുണ്ട് ഗെയ്സ്. അത് അപ്പോഴ് നമ്മുടെ അസ്ലമിൻ്റെ വണ്ടി ചെറിയൊരു എന്തോ കംപ്ലൈൻറ്റ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒന്ന് കുലുക്കി കൊടുക്കാൻ പറഞ്ഞ്. അങ്ങനെ ആ കുലുക്കുന്ന രംഗമാണ് കാണുന്നത്. അതിനകത്ത് ജാക്കിയോ കിക്കിയോ അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ വെക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒന്ന് തള്ളിക്കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഒന്ന് തള്ളുന്ന രംഗമാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാ മുകളിലോട്ട് കയറി വീണ്ടും നമ്മുടെ കറക്റ്റ് പോയിൻ്റ് എത്തിക്കഴിഞ്ഞു കേസ്. അപ്പോൾ ഇവിടെ കണ്ടോ എന്തുമാത്രം വണ്ടികളും ആൾക്കാരും തിരക്കും, എൻ്റെ പൊന്നോ. അങ്ങനെ കുറേയൊക്കെ നമ്മളങ്ങ് ആസ്വദിച്ചു. ഞങ്ങളല്ല കൂടുതലും ആസ്വദിച്ചത് ഞങ്ങളുടെ പിള്ളേരാണ്. കാരണം ഞങ്ങൾ മുമ്പ് ഇവിടെ വന്നപ്പോഴും എൻ്റെ മോൻ ചെറുതായിരുന്നു. പിന്നെ മോളെയും കൊണ്ട് ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഹായ് ഗെയ്സ്, നോക്കി നമ്മൾ പൊന്മുടിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തിക്കഴിഞ്ഞു. കുറച്ച് നേരമൊക്കെ നമ്മൾ അവിടെ കിടന്ന് കറങ്ങിയിട്ട് അയവറക്കാനൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് അവിടുത്തെ ക്യാൻറ്റീനിൽ പോയിട്ട് ചക്കവറ്റിലും കപ്പലണ്ടി മിഠായിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് അങ്ങനെ നമ്മൾ ആ സംഭവങ്ങളൊക്കെ എടുത്തുകൊണ്ട് പാറയുടെ മുകളിലൂടെ അങ്ങനെ നടക്കുകയാണ്. പാറയുടെ മുകളിലൂടെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് അവിടെ പോയിരുന്ന് കപ്പലണ്ടിയൊക്കെ കുറച്ച് അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് പിള്ളേർക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ട്. അങ്ങനെ സമയം പോയതറിഞ്ഞില്ല ഗൈസ്. അങ്ങനെ എന്തായാലും നമുക്ക് തിരിച്ച് വീട്ടിലെത്തണമല്ലോ. അസ്ലമിന് വേറെ ആവശ്യങ്ങൾ ഒരുപാടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിട്ട് ഞങ്ങൾക്ക് വഴിയൊന്നും കാണാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് മഞ്ഞിറങ്ങുന്നു. അങ്ങനെ അവൻ തന്നെ പറഞ്ഞു നമുക്കിവിടെ വണ്ടി ഒതുക്കിയിട്ട് കുറച്ച് നേരം കൂടെ നിന്ന് ഇതൊക്കെ ഒന്നുകൂടെ ഒന്ന് ആസ്വദിച്ചിട്ട് പോവാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിതാ പാറപ്പുറത്ത് അവിടെ വണ്ടി ഒതുക്കിയിട്ട് ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിലെ പാറപ്പുറത്തൊക്കെ കയറി അങ്ങനെ കുറേ നേരം അങ്ങ് നിൽക്കുകയാണ്. കുറച്ച് നേരം അങ്ങനെ ആസ്വദിച്ച് പിള്ളേർ എൻജോയ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു ഗെയ്സ്. അങ്ങനെ കുറേ നേരം അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് വീണ്ടും നമ്മളിതാ തിരിച്ചു അവിടെ നിന്ന് വരണ വഴിക്ക് റിഹാനത ഉറങ്ങി തൂങ്ങി തട്ടി. അതേപോലെ ഉറക്കം വന്ന് തൂങ്ങുകയാണ് എനിക്ക്. അപ്പോൾ ബൈ.